കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ടുഡേസ് ചാണക്യയുടെ എക്സിറ്റ് പോൾ സർവേ ഫലം. യുഡിഎഫിന് 60 മുതൽ 78 സീറ്റ് വരെ സാധ്യതയെന്നാണ് പ്രവചനം. എൽഡിഎഫിന് 55 മുതൽ 71 വരെയും എൻഡിഎക്ക് 3 മുതൽ 11 വരെ സീറ്റുകൾ കിട്ടാമെന്നും സർവേയിൽ പറയുന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തുടരുമെന്നും ടിവികെ രണ്ടാമതെത്തുമെന്നും സർവേ. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നുണ്ട്. മനു ഭരത്, ടുഡേസ് ചാണക്യയുടെ സർവേ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എൻഡിഎക്ക് 11 സീറ്റുകൾ പ്രവചിക്കുന്നു. പിന്നാലെ തന്നെ യുഡിഎഫിന് നേരിയ മുന്നേറ്റമുണ്ടെന്ന് പറയുന്നു. അതിന് പിന്നാലെ എൽഡിഎഫ് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിക്കുന്നത്. ടുഡേസ് ചാണക്യ ഒരു കാര്യം പറയുന്നത്, ഇത് ആർക്കും വലിയ ഒരു ഏകപക്ഷീയമായ ഒരു ഭരണം അല്ലെങ്കിൽ തൂത്തുവാരലൊന്നും ടുഡേസ് ചാണക്യ പറയുന്നില്ല. യുഡിഎഫിന് 69 സീറ്റുകൾ ലഭിക്കാം എന്ന് പറയുന്നു. അതിൽ 9 എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യാം. അങ്ങനെ നോക്കിയാൽ 78 സീറ്റുകളാണ് ഏറ്റവും കൂടുതൽ യുഡിഎഫിന് കിട്ടാൻ സാധ്യത എന്നാണ് ടുഡേസ് ചാണക്യയുടെ ഒരു കണക്കുകൂട്ടൽ. അതേസമയം എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം അത് 73ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ എൽഡിഎഫിന് കിട്ടാൻ സാധ്യതയുള്ളത് ഏറ്റവും നല്ല സാഹചര്യം വന്നാൽ 73 സീറ്റുകൾ വരെ എൽഡിഎഫിന് ലഭിക്കാം. അതേസമയം യുഡിഎഫിന് അത് 78 വരെ ലഭിക്കാം എന്ന് ടുഡേസ് ചാണക്യ വ്യക്തമാക്കുന്നു. ബിജെപി 7 സീറ്റുകൾ നേടും എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അതിൽ 4 സീറ്റുകൾ അധികം വരാം, അല്ലെങ്കിൽ 4 സീറ്റുകളുടെ ഒരു കുറവ് വരാം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ബിജെപിക്ക് 3 സീറ്റ് കിട്ടും എന്ന് തറപ്പിച്ച് പറയുന്നു. 7 സീറ്റിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് 11 സീറ്റുകൾ വരെ മാറാം എന്ന് ടുഡേസ് ചാണക്യ വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാന വിഷയം ടുഡേസ് ചാണക്യ പറയുന്നത്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ യുഡിഎഫിനെ കാര്യമായി പിന്തുണച്ചു ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. യുഡിഎഫിന് 62% മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതേസമയം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അത് 53% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. നേരെ മറിച്ച് ഇത് എൽഡിഎഫിലേക്ക് വരുമ്പോൾ എൽഡിഎഫിന് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ 33% മുസ്ലിം വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും 34% വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എൽഡിഎഫിൻ്റെ ഇപ്പോഴത്തെയും ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളാണ്. 47% ഈഴവ വോട്ടുകൾ എൽഡിഎഫിന് അനുകൂലമായി വന്നുവെന്നും 49% പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ എൽഡിഎഫിന് അനുകൂലമായി വന്നുവെന്നും ടുഡേസ് ചാണക്യ പറയുന്നു. അതേസമയം നായർ വോട്ടുകൾ കൂടുതൽ ബിജെപിയിലേക്കാണ് പോയിരിക്കുന്നത്. 39% വോട്ടുകൾ ബിജെപിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈഴവ വോട്ടുകളും 32% ഈഴവ വോട്ടുകൾ സമാഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ടുഡേസ് ചാണക്യ വ്യക്തമാക്കുന്നു. മറ്റ് അനുശ്രീ, തമിഴ്നാടിൻ്റെ കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാം. തമിഴ്നാടിൽ DMKക്ക് 125 സീറ്റുകൾ ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആർക്കും ഒരു കേവല ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് സംശയിക്കണം. ഏറ്റവും കൂടുതൽ 125 സീറ്റാണ്. അതിൽ വേണമെങ്കിൽ 11 സീറ്റുകൾ കുറയാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. AIDMKക്ക് 45 സീറ്റുകൾ മുതൽ 54 സീറ്റുകൾ വരെ ലഭിക്കാം. ഇവിടെ ഒരു അട്ടിമറി നേട്ടം നടത്താൻ സാധ്യതയുള്ളത് TVK ആണ് എന്ന് ടുഡേസ് ചാണക്യ പറയുന്നു. അവിടെ 30% വോട്ടുകൾ TVKക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ 72 സീറ്റുകൾ വരെ TVKക്ക് ലഭിക്കാം എന്ന ഒരു സൂചന ഈ ടുഡേസ് ചാണക്യ നൽകുന്നു. 63 സീറ്റാണ്, പക്ഷേ അത് 72 സീറ്റുകൾ വരെ TVKക്ക് ലഭിക്കാം എന്ന് അവിടുന്ന് പറയുന്നു. TVKക്കാണ് തമിഴ്നാട്ടിൽ നല്ല തോതിൽ ഈ മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ DMKക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾ 64% DMKയെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 49% പേർ DMKയെ സപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം രണ്ടാമത്തത് ഈ പിന്തുണ ലഭിക്കുന്നത് TVKക്കാണ്. 25% മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 34% വോട്ടുകളും. അതേസമയം AIDMKക്ക് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് 32% കിട്ടുന്നു. അതുപോലെ പട്ടിക വിഭാഗത്തിൽ നിന്ന് 19% വോട്ടുകളും കിട്ടുന്നു. എന്നാൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 8ഉം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 11% വോട്ടുകളും മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ AIDMKക്ക് കാര്യമായ ഒരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുകൂടി ടുഡേസ് ചാണക്യ പറഞ്ഞു വെക്കുന്നു. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.
വി.ഡി. സതീശനെ പിന്തുണച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമെന്നാണ് മനസ്സിലാക്കേണ്ടത്. യു.ഡി.എഫിൽ ഒന്നും ചോദിച്ചു വാങ്ങാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആളുകൾ ആ രീതിയിൽ വിധേയതെന്നും ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചർച്ച തന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കണം, ആ UDF നല്ലൊരു ഭരണം കാഴ്ചവെക്കണം, അത്രേ ഉള്ളൂ. പ്രവർത്തകന്മാർക്ക് അതിനൊക്കെ ആഗ്രഹിക്കാമല്ലോ, അതിനിപ്പോൾ അവർ തടയിടാൻ പറ്റില്ലല്ലോ. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും അജണ്ട അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ആ അജണ്ടയാണ് മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അജണ്ടകളാണ് മുസ്ലിം ലീഗിനുള്ളത്. അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. വി.ഡി. സതീശനെതിരെ തൊടുപുഴയിലും പോസ്റ്റർ. മുഖ്യമന്ത്രിയാകാനുള്ള വ്യാമോഹം വിലപ്പോകില്ലെന്നാണ് പോസ്റ്ററിലെ വിമർശനം. ആശീർവാദ് തിയേറ്റർ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് പോസ്റ്ററുകൾ പതിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് പോസ്റ്റർ. എക്സിറ്റ് പോളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് UDF ക്യാമ്പ്. പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്നാണ് UDF നേതാക്കളുടെ പ്രതികരണം. എന്നാൽ ഇത് തള്ളുകയാണ് ഇടതുമുന്നണി നേതൃത്വം. പ്രവചനം ഭരണ തുടർച്ചയുടെ സൂചകമായി വിലയിരുത്തുകയാണ് LDF. BJP ക്യാമ്പിനും എക്സിറ്റ് പോൾ ആവേശം നൽകുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭരണം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ആളിക്കത്തിക്കുന്നതാണ്, ആ പ്രതീക്ഷ വാനോളം ഉയർത്തുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോൾ റിപ്പോർട്ടുകൾ. ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും UDFന് മേൽക്കൈയാണ് പ്രവചിക്കുന്നത്. ഒരു എക്സിറ്റ് പോൾ പോലും ഇടതുമുന്നണിക്ക് കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നുമില്ല. അതാണ് UDF കേന്ദ്രങ്ങളെ വലിയ സന്തോഷത്തിൽ ആക്കിയിട്ടുള്ളത്. ഭരണം ഉറപ്പ് എന്ന് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു, UDF നേതൃത്വം കണക്ക് കൂട്ടുന്നു. അണികളും ആഘോഷ പ്രകടനങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചേക്കാൾ വലിയ നേട്ടമുണ്ടാകുമെന്ന പ്രതികരണമാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ നൽകുന്നത്. സർവേയിൽ പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാണ്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരു 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും സർവ്വശക്തിയോടുകൂടി ഈ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം എക്സിറ്റ് പോളിലുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് പല ആളുകളുടെ ഇപ്പോഴത്തെ ചോദ്യം. കാരണം എക്സിറ്റ് പോൾ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്നാൽ CPM കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും എക്സിറ്റ് പോളുകളിൽ വിശ്വസിക്കുന്നില്ല. ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ആദ്യ പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞതും ജനങ്ങളിലാണ് വിശ്വാസം, എക്സിറ്റ് പോളുകളിലല്ല എന്നുള്ളതാണ്. ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്നുകൂടി കടന്ന് എക്സിറ്റ് പോളുകൾ തങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എക്സിറ്റ് പോളുകളിലെ ചില സൂചനകൾ തങ്ങൾക്ക് അനുകൂലമെന്നൊരു നിലപാട് കൂടി MV ഗോവിന്ദൻ മുന്നോട്ട് വയ്ക്കുന്നു. 69 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് പ്രവചിക്കുന്നു. അങ്ങനെ വന്നാൽ 2 സീറ്റ് കൂടി പോരെ കേവല ഭൂരിപക്ഷത്തിന്, അതിനപ്പുറത്തേക്ക് ലഭിക്കും. മികച്ച ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന വ്യാഖ്യാനമാണ് എക്സിറ്റ് പോളുകൾക്ക് MV ഗോവിന്ദൻ നൽകുന്നത്. 4-ാം തീയതി വരെ കാത്തിരിക്കാൻ പറയുമ്പോഴും എക്സിറ്റ് പോളുകളിൽ തങ്ങൾക്ക് കൂടി അനുകൂലമായ ഘടകങ്ങളുണ്ടെന്ന് CPM പരസ്യമായെങ്കിലും സമ്മതിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5-8 വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത.
ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു നിലയല്ല. അത് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. 4-ാം തീയതി ഒരു ഉച്ചവരെ കാത്തിരുന്നാൽ മതിയല്ലോ. അപ്പം 4-ാം തീയതി വോട്ടെണ്ണുന്ന സമയത്ത് എന്താണ് യഥാർത്ഥ നില എന്നുള്ളത് കേരളത്തിനും ലോകത്തിനാകെയും മനസ്സിലാക്കാൻ സാധിക്കും. എക്സിറ്റ് പോളുകൾ സംബന്ധിച്ച് BJPയുടെ കാര്യമായ പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പക്ഷേ 7 സീറ്റ് വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ട്, 14 സീറ്റ് പറയുന്ന ഒരു എക്സിറ്റ് പോളുണ്ട്. എങ്കിലും 2-3 സീറ്റ് അവർ ഉറപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ നിയമവും കഴക്കൂട്ടവും ജയിക്കുമെന്ന് BJP ഉറപ്പിക്കുന്നു. BJPക്ക് വോട്ട് വിഹിതത്തിൽ നിന്നും വലിയ വർധന ആരും ചൂണ്ടിക്കാട്ടുന്നെങ്കിൽ പോലും BJPക്ക് പ്രതീക്ഷ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പൊതുവിൽ വന്നിട്ടുള്ളത്. തെക്കൻ കേരളമാണ് കഴിഞ്ഞ തവണ LDFനെ വലിയ രീതിയിൽ സഹായിച്ചത്. എന്നാൽ ഇത്തവണ ന്യൂസ് 18ന്റെ സർവേയിലടക്കം തെക്കൻ കേരളത്തിൽ ഇടതുമുന്നണിക്ക് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും 35-ൽ നിന്ന് 20 സീറ്റിലേക്ക് അത് കുറയുകയാണ് എന്നുള്ളത് ഇടത് ക്യാമ്പിന് ആശങ്കയുണ്ടാക്കുന്നതാണ്. മറിച്ച് UDF ആകട്ടെ വെറും 4 സീറ്റിൽ നിന്ന് 19 സീറ്റ് വരെ ഉയർന്നേക്കാമെന്ന വലിയ മുന്നേറ്റം UDFനെ പ്രവചിക്കുന്നു. NDAക്ക് 2 സീറ്റ് തെക്കൻ കേരളത്തിലെ സർവേകൾ പ്രവചിക്കുന്നുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകളെ തള്ളാതെയും കൊള്ളാതെയും മുന്നണികൾ നിൽക്കുമ്പോൾ ആശങ്കയും പ്രതീക്ഷകളും മുന്നണികൾക്ക് എക്സിറ്റ് പോളുകൾ നൽകുന്നുണ്ട്.